നമസ്കാരം, മറലാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന വാട്സപ്പിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടുക്കാച്ചി ട്രിക്കാണ്. നമ്മൾ വാട്സപ്പിലൂടെ ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് കാര്യങ്ങൾ അയക്കാറുണ്ട്. എന്നാൽ ഇനി മുതൽ നമുക്ക് വാട്സപ്പിൽ ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാനുള്ള ഒരു ഫീച്ചർ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ടെലിഗ്രാമിൽ ഓൾറെഡി ഉള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടെലിഗ്രാം മെസ്സേജ് ഏത് സമയത്തുള്ള അയച്ചോളും. എന്നാൽ വാട്സപ്പിൽ ഇത്രയും നല്ലതായിട്ട് അങ്ങനെ ഒരു ഫീച്ചർ നമുക്ക് ലഭിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ നമുക്ക് വാട്സപ്പിൽ ആ ഒരു ഫീച്ചർ ചെയ്യാൻ സാധിക്കും. അപ്പം അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ എന്നും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കി ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് ആൾക്കാർ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്നുണ്ട്. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ പലരും അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് തന്നെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോയെ സജസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത്രയൊരു ഹെൽപ്പ് എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വാട്സപ്പ് വഴി ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തൊക്കെ നിങ്ങൾ പോയി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പം നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് തന്നെ പെൻഡിങ് ഇട്ടാണെന്നൊക്കെ പറഞ്ഞ് കാണും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അതുപോലെ സൈഡിലോട്ട് പോയാലും കുറേ കാര്യങ്ങൾ കാണും. അതൊന്നും നമുക്ക് തൽക്കാലം നോക്കണ്ട. സൈഡിലുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പ് ബിസിനസ്സിലോ വാട്സപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ വാട്സപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വാട്സപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ തൽക്കാലം സെറ്റ് ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ഒന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാം, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിലേക്ക് നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് അയക്കാനായിട്ട് സാധിക്കും. തൽക്കാലം നമ്മൾ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ജസ്റ്റ് നമ്മൾ ആദ്യമേ ഒരു കോൺടാക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യണം. നമ്മുടെ വാട്സപ്പിലുള്ള ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ തന്നെ ഒരു കോൺടാക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏത് മെസ്സേജാണോ അയക്കേണ്ടത് അത് ഇവിടുന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. നമുക്ക് എന്ത് മെസ്സേജാണോ അയക്കേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡിലായിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു പിന്നിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക്കോ ഡോക്യുമെൻറ്റോ ഫോട്ടോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് അറ്റാച്ച് ചെയ്യുന്നുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തതിന് ശേഷം ഷെഡ്യൂൾ ചെയ്ത് ഏത് സമയത്താണ് നമുക്ക് ഈ ഒരു മെസ്സേജ് അയക്കേണ്ടത് എന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടൈം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കാണുമ്പോൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളെല്ലാം ചോദിക്കും. അതെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അത്രമാത്രമേ ഉള്ളൂ. മുകളിലുള്ള ടിക്ക് മാർക്ക് ഒന്ന് ടിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വാട്സപ്പിൽ നിന്ന് ആ ഒരു മെസ്സേജ് കാര്യങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ആപ്ലിക്കേഷനിൽ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഒത്തിരി ട്രിക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് മെസ്സേജ് മാത്രം ഷെഡ്യൂൾ ചെയ്ത് എങ്ങനെയാണ് അയക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നുള്ളൂ. അപ്പം ജസ്റ്റ് ആ ഒരു ടൈം ആവുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങൾ എങ്ങനെയാണ് തന്നെ സെൻഡ് ആവുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ താഴെ ലിങ്കിൽ പോയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ടൈം ആവാറായിട്ടുണ്ട്. ടൈം ആകുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് സെൻഡ് ആവുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വാട്സപ്പ് ഓപ്പൺ ആയി വന്നു. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല. ഓട്ടോമാറ്റിക്കലി എല്ലാം ടൈപ്പ് ചെയ്ത് ആ ഒരു മെസ്സേജ് നമുക്ക് കറക്റ്റ് ടൈമിൽ സെൻഡ് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പോഴാണ് ഞാൻ ആ ഫോണിൻ്റെ അടുത്തോട്ട് പോലും എൻ്റെ കൈ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ സക്സസ്ഫുള്ളി സെൻഡ് ആയെന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇടിവെട്ട ആപ്ലിക്കേഷനാണ്. നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ മെസ്സേജ് ഷെഡ്യൂൾ ചെയ്ത് അയക്കാനോ അല്ലെങ്കിൽ വാട്സപ്പിലോ വാട്സപ്പ് ബിസിനസ്സിലോ ഒക്കെ നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്ത് ഇപ്പോൾ ടൈം 12 മണിക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഇനിവേ എന്തൊരു ചെറിയ ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇനിവേ നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.